Morning to all. Today we are going to discuss the topic impact. So എന്താണ് ഇമ്പാക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. When two bodies collide with or impinge on each other, when two bodies collide with or impinge on each other, this phenomenon is called, or this phenomenon of colliding is called impact. So impact എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കൊളീഷൻ തന്നെയാണ്. നമ്മൾ കൊളീഷൻ്റെ കാര്യത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? കൊളീഷൻ എന്ന് പറയുന്നത് ഫിസിക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൊളീഷൻ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പാർട്ടിക്കിളുകൾ തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരണം എന്ന് നിർബന്ധമില്ല, മറിച്ച് അതിൻ്റെ മൊമെൻറ്റത്തിന് ചേഞ്ച് സംഭവിച്ചാൽ മതി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇമ്പാക്റ്റ് എന്ന് വിളിക്കാം. സോ വെൻ ടു ബോഡീസ് കൊളൈഡ് വിത്ത് ഓർ ഇംപിഞ്ച് ഓൺ ഈച്ച് അതർ, ദ ഫിനോമിനൻ ഈസ് കോൾഡ് ഇമ്പാക്റ്റ്. നൗ an impact between two bodies, an impact between two bodies is said to be direct or head on, direct or head on if the direction of motion, if the direction of motion of each bodies, direction of motion of each bodies just before impact is along the same or is along the common normal at the point of contact. ഓക്കെ, ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഹെഡ് ഓൺ ഇമ്പാക്റ്റ് ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ബോഡി കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ഈ മാസ് M1 ആണ്, മറ്റൊരു മാസ് നമ്മളിവിടെ M2 എന്നെടുക്കുന്നു. സപ്പോസ് ഈ M1 മാസ് ഈ ഡയറക്ഷനിലേക്ക് U1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, M2 മാസും റൈറ്റ് സൈഡിലേക്ക് U2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. നൗ ഈ രണ്ട് ബോഡീസ് തമ്മിൽ ഇംപിഞ്ച് അല്ലെങ്കിൽ കൊളൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോയിൻ്റാണ് ഇതിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിന് നമ്മളൊരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് നോർമലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സോ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഹെഡ് ഓൺ ഇമ്പാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്: if the direction of motion of each bodies just before impact. So the direction of motion of M1 just before impact എന്ന് പറയുന്നത് ഇതായിരുന്നു. The direction of motion of M2 just before impact എന്ന് പറയുന്നത് ഇതാണ്. So the direction of motion of each bodies just before impact is along the same common normal at the point of contact. സോ ഈ ഡയറക്ഷൻസ് സെയിം ആണ്. അതായത് ഇമ്പാക്റ്റ് നടന്നതിന് ശേഷം അല്ലെങ്കിൽ കൊളീഷൻ നടന്നതിന് ശേഷമുള്ള ഇതിൻ്റെ കോമൺ നോർമൽ അല്ലെങ്കിൽ ഇതിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ നമ്മൾ വരയ്ക്കുന്ന നോർമൽ, ആ നോർമലും കൊളീഷന് മുമ്പ് ഈ പാർട്ടിക്കിളുകൾ മൂവ് ചെയ്തിരുന്ന ഡയറക്ഷനും സെയിം ആണെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ഡയറക്റ്റ് ഓർ ഹെഡ് ഓൺ ഇമ്പാക്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇമ്പാക്റ്റുകളും ഇങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. നമുക്കിവിടെ ഒരു M1 എന്ന് പറയുന്നൊരു വസ്തുവുണ്ട്. ഈ M1 എന്ന് പറയുന്ന വസ്തു ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. നമുക്കിവിടെ മറ്റൊരു ബോഡിയുണ്ട്. സപ്പോസ് ഇതിനെ ഞാൻ M2 എന്ന് വിളിക്കുന്നു. ദിസ് M2 മാസ് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഇത് ഈ ഡയറക്ഷനിലേക്കും M2 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫൈനലി ഈ രണ്ട് വസ്തുക്കൾ ഇവിടെ വെച്ച് കൊളൈഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിന് ഞാനൊരു നോർമൽ വരച്ച് കഴിഞ്ഞാൽ ആ നോർമൽ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇമ്പാക്റ്റിന് മുമ്പ് പാർട്ടിക്കിളുകൾ മൂവ് ചെയ്തിരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നതും ഇമ്പാക്റ്റിന് ശേഷം പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ വരയ്ക്കുന്ന നോർമലിൻ്റെ ഡയറക്ഷനും എന്താണ്? ഡിഫറൻ്റ് ആണെന്ന് പറയാം. സോ ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ്. സോ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റുകളെ നമുക്ക് ഒരിക്കലും എന്ത് വിളിക്കാൻ പറ്റില്ല? ദിസ് ഈസ് നോട്ട്
ഡയറക്റ്റ് ഓർ ഹെഡ് ഓൺ ഇമ്പാക്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതേസമയം നമ്മളിപ്പോൾ ആദ്യം കാണിച്ച ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് എ ഡയറക്റ്റ് ഓർ ഹെഡ് ഓൺ ഇമ്പാക്റ്റ് ആണ്. സോ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇമ്പാക്റ്റിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞത്. ഒരു ഡയറക്റ്റ് അതുപോലെ തന്നെ ഒരു ഹെഡ് ഓൺ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തത്. നൗ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു ഹെഡ് ഓൺ ഇമ്പാക്റ്റ് കൺസിഡർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു M1 മാസും ഒരു M2 മാസും കൂടി കൊളൈഡ് ചെയ്തു. ഇതിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത്. സപ്പോസ് ഈ പാർട്ടിക്കിളുകളുടെ വെലോസിറ്റി ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് U1 U2 ആണെന്ന് വിചാരിക്കുക. ആഫ്റ്റർ കൊളീഷൻ ഇതിൻ്റെ വെലോസിറ്റി V1 അതുപോലെ തന്നെ V2 ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് U1 ആൻഡ് ദിസ് ഈസ് U2. ആഫ്റ്റർ ഇമ്പാക്റ്റ് ഇതിൻ്റെ വെലോസിറ്റി V1 V2 ആണെന്ന് വിചാരിക്കുക. സോ നമ്മളൊരു ഇമ്പാക്റ്റ് കൺസിഡർ ചെയ്താൽ ഇമ്പാക്റ്റിനെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണുള്ളത്. സോ ദി ടു ലോസ് ഗവേണിംഗ് ഇമ്പാക്റ്റ്, അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടു ലോസ് ഗവേണിംഗ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് ഇമ്പാക്റ്റിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് when two bodies collide directly, their relative velocity after impact is in a constant ratio with their relative velocity before impact, and is in opposite direction. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ദ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ ഇമ്പാക്റ്റ് ഈസ് ഇൻ എ കോൺസ്റ്റൻറ്റ് റേഷ്യോ വിത്ത് ദ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ ഇമ്പാക്റ്റ്. സോ ആഫ്റ്റർ ഇമ്പാക്റ്റ് ദ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് V1 V2 ആണെന്ന് പറയാം. ദിസ് ഈസ് ഇൻ എ കോൺസ്റ്റൻറ്റ് റേഷ്യോ വിത്ത് relative velocity before impact. So the relative velocity before impact is U1 minus U2, and this is in a constant ratio. So V1 minus V2 divided by U1 minus U2 is a constant. A constant suppose ഞാൻ എന്ന് വിളിക്കുന്നു, and is in opposite direction. So ഞാനൊരു മൈനസ് സിമ്പിൾ കൂടി ഇടുന്നു. So V1 minus V2 divided by U1 minus U2 is equal to minus E, where E is some constant. സോ ഇവിടെ നമുക്ക് ഈ V1 മൈനസ് V2 എന്ന് പറയുന്നത് മൈനസ് ഇ ഇൻറ്റു U1 മൈനസ് U2 ആണെന്ന് പറയാം. ഓർ ഈ മൈനസ് സിമ്പിൾ വെച്ച് ഞാൻ ഇതിനെ തിരിക്കുന്നു. ദാറ്റ് ഈസ് V2 മൈനസ് V1 ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു U1 മൈനസ് U2 ആണെന്ന് പറയാം. സോ ഇവിടുത്തെ ഈ ഇ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നമ്മളിതിനെ റിസൈലൻസ് എന്ന് വിളിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഓർ റിസൈലൻസ്. സോ ഇവിടെ ഈ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ദി വാല്യൂ ഓഫ് ഇ ഡിപ്പെൻസ് ഓൺലി ഓൺ ദി മെറ്റീരിയൽ ഓഫ് ബോഡീസ്. അതായത് കൊളൈഡ് ചെയ്യുന്ന മാസസിൻ്റെ അത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇയുടെ വാല്യൂ. എന്ന് വെച്ചാൽ സപ്പോസ് രണ്ട് അലൂമിനിയം ബോൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു, അതിന് പകരം സപ്പോസ് രണ്ട് കോപ്പർ ബോൾസ് തമ്മിലാണ് കൂട്ടിയിടിക്കുന്നത് വിചാരിക്കുക. എന്ന് വെച്ചാൽ മെറ്റീരിയൽ അവിടെ ഡിഫറൻ്റ് ആണ്. സോ മെറ്റീരിയൽ ഡിഫറൻ്റ് ആവുന്നതനുസരിച്ച് ഇയുടെ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. സോ ഇ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി മെറ്റീരിയൽ ഓഫ് ബോഡീസ്. നൗ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, the value of E lies between 0 and 1. 0യ്ക്കും 1നും ഇടയിലായിരിക്കും ഇയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓൾസോ ഫോർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡീസ് E ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും.
അതുപോലെ ഫോർ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡീസ് E is equal to 0 ആയിരിക്കും. പക്ഷെ നമുക്കറിയാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആയിട്ടൊന്നുമില്ല. ദാറ്റ് ഇസ് ആൻ ഐഡിയൽ കേസ് ഓൺലി. സോ നോർമലി വസ്തുക്കളുടെ എല്ലാം ഈ പറഞ്ഞ ഇ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആയിരിക്കും. 0 ലെസ് ദാൻ ഇ ലെസ് ദാൻ 1. സാധാരണ വസ്തുക്കളുടെയൊക്കെ ഈ വാല്യൂ എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയിലായിരിക്കും. കാരണം ദർ ഇസ് നോ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഓർ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ റൂളിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ആദ്യത്തെ ലോ പറയുന്ന ഇതാണ്: ദ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ ഇമ്പാക്റ്റ് ഈസ് ഇൻ എ കോൺസ്റ്റൻറ്റ് റേഷ്യോ വിത്ത് ദ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ ഇമ്പാക്റ്റ്. ആ കോൺസ്റ്റൻറ്റ് റേഷ്യോ, ആ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റിസൈലൻസ്. അതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡീസിനാണ്. മിനിമം വാല്യൂ 0 ആണ്, അത് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡീസിനാണ്. സോ നോർമൽ കേസിൽ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഐഡിയൽ കോൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ വസ്തുക്കളുടെയും ഈ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആയിരിക്കും. Now we are going to discuss the second law governing impact. Second law എന്ന് പറയുന്നത് the linear momentum of the system before and after collision is conserved. ലീനിയർ മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇമ്പാക്റ്റ് ഈസ് കൺസേർവ്ഡ് എന്നുള്ളതാണ് രണ്ടാമത്തെ നിയമം. അതായത് ബിഫോർ ഇമ്പാക്റ്റ് എന്തായിരുന്നു ടോട്ടൽ ലീനിയർ മൊമെൻറ്റം? m1u1 പ്ലസ് m2u2 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2 ആണ്. ആഫ്റ്റർ ഇമ്പാക്റ്റ് ഇതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി സെക്കൻഡ് ലോ ഗവേണിംഗ് ഇമ്പാക്റ്റ്. നൗ ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ലോയിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. v2 മൈനസ് v1 ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു u1 മൈനസ് u2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. സോ സപ്പോസ് ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ 1നെ ഞാനൊരു m2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ ആദ്യം ഇതിൻ്റെ റൈറ്റ് സൈഡ് എഴുതാണ്. ദാറ്റ് ഈസ് m2e(u1) മൈനസ് m2e(u2) ഈസ് ഈക്വൽ ടു m2v2 മൈനസ് m2v1 എന്ന് വരും. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. നൗ നമുക്ക് ഇമ്പാക്റ്റിൻ്റെ സെക്കൻഡ് റൂളിൽ നിന്ന്, അതായത് മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്നുള്ള റൂളിൽ നിന്നും m1u1 പ്ലസ് m2u2 ഈസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. നൗ ഞാനിവിടെ ഇക്വേഷൻ 3യിൽ നിന്നും ഇക്വേഷൻ 2 സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 3 മൈനസ് 2 ആണ്. സോ m1u1 മൈനസ് m2e(u1), ഞാൻ u1നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ u1 ഇൻറ്റു m1 മൈനസ് em2 പ്ലസ് m2u2നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ m2u2 ഇൻറ്റു അതായത് ഇവിടെ m2u2 മൈനസ് ഓഫ് മൈനസ് m2e(u2) ആണ്. സോ m2u2 കോമൺ ആയിട്ട് എടുത്താൽ 1 മൈനസ് ഓഫ് മൈനസ് ഇ എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ഇ വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ m2v2 ഈ m2v2 തമ്മിൽ ക്യാൻസൽ ആവും. പിന്നെ m1v1 മൈനസ് m2v1 ആണ്. അതിൽ നിന്ന് ഞാൻ v1നെ കോമൺ ആയിട്ട് എടുത്താൽ v1 ഇൻറ്റു m1 പ്ലസ് m2 എന്ന് വരും. സോ ഇതിനകത്ത് നിന്ന് എനിക്ക് v1 എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് v1 എന്ന് പറയുന്നത് v1 ഈസ് ഈക്വൽ ടു u1 ഇൻറ്റു m1 മൈനസ് em2 പ്ലസ് m2u2 ഇൻറ്റു 1 പ്ലസ് ഇ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് കിട്ടും. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 4. സോ നമ്മൾ അടുത്തത് ഇക്വേഷൻ 1നെ നമ്മൾ m1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആദ്യം നമ്മൾ ചെയ്തത് ഇക്വേഷൻ 1നെ m2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ നമ്മൾ ഇക്വേഷൻ 1നെ m1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറും: m1v2 മൈനസ് m1v1 ഈസ് ഈക്വൽ ടു m1e(u1) മൈനസ് m1e(u2) എന്ന് വരും. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 5. നൗ നമുക്ക് ഇക്വേഷൻ 3 നമുക്കറിയാം. ഇക്വേഷൻ 3 ഇങ്ങനെയാണ്: ഇക്വേഷൻ 3ൽ m1u1 പ്ലസ് m2u2 ഈസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2 ആണ്. ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം എഴുതുന്നു. അതായത് m1v1
plus m2 v2 is equal to m1 u1 plus m2 u2 ആണ്. ഇത് നമ്മുടെ ഇക്വേഷൻ 3 ആണ്, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്. സോ ഇവിടെ നമ്മൾ ഇക്വേഷൻ 3യും ഇക്വേഷൻ 5ഉം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. So on adding equation 3 and equation 5, we will get a v2 into m1 plus m2. ഇവിടെ ഈ m1 v1 minus m1 v1 cancel ആവും. This is equal to m1 u1 into 1 plus e plus u2 into m2 minus e m1 എന്ന് വരും. ഇവിടെ നമുക്ക് v2 എന്ന് പറയുന്നത് v2 is equal to u2 into m2 minus e m1 plus m1 u1 into 1 plus e divided by m1 plus m2 ആണെന്ന് എഴുതാം. and let this be equation number 6. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ v1ഉം അതുപോലെ തന്നെ v2വിൻ്റെയും എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയത്. നോ, അപ്പോൾ നമ്മൾ കിട്ടിയ എക്സ്പ്രഷൻ ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് എഴുതുന്നു. v1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് v1 ഈസ് u1 ഇൻറ്റു m1 minus em2 plus 1 plus e into m2 u2 divided by m1 plus m2 ആണ്. അതുപോലെ v2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ഇറ്റ് ഈസ് u2 ഇൻറ്റു m2 മൈനസ് ഇ m1 പ്ലസ് m1 u1 ഇൻറ്റു 1 പ്ലസ് ഇ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ് കിട്ടിയത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇഫ് m1 ഈസ് ഈക്വൽ ടു m2 ആൻഡ് e ഈസ് ഈക്വൽ ടു 1, നമ്മളിങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. ഇഫ് m1 ഈസ് ഈക്വൽ ടു m2 ആണ്, അതുപോലെ തന്നെ e ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതിൽ ഈ എക്സ്പ്രഷനിൽ എന്ത് ചേഞ്ചാണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷനിൽ v1ലും അതുപോലെ തന്നെ v2ലും m1 ഈക്വൽ ടു m2 എന്നും e ഈസ് ഈക്വൽ ടു 1 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം v1 എന്ത് വരും നോക്കാം. v1 ഈസ് ഈക്വൽ ടു v1ൽ ഇക്ക് 1ഉം m1 ഈക്വൽ ടു m2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ v1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സിംപ്ലി u2 ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ v2 എന്ന് പറയുന്നത് ഈക്വൽ ടു u1 ആണെന്ന് കിട്ടും. ഓക്കെ, സോ v1 ഈസ് ഈക്വൽ ടു u2, അതുപോലെ തന്നെ v2 ഈസ് ഈക്വൽ ടു u1. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തത് എന്താണ്, e ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന കണ്ടീഷൻ എന്തിൻ്റെ കണ്ടീഷനായിരുന്നു? ദാറ്റ് ഈസ് ഫോർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡീസ്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ്റെ കണ്ടീഷനാണ് e ഈസ് ഈക്വൽ ടു 1. സോ ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ഇഫ് ദ മാസ് ഓഫ് ദ കൊളൈഡിങ് ബോഡീസ് ആർ സെയിം, നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ വെലോസിറ്റീസ് എന്ത് ചെയ്യപ്പെടും, ഇൻ്റർചേഞ്ച് ചെയ്യപ്പെടുമെന്ന് പറയാം. ദാസ് ഇഫ് two equal and perfectly elastic balls moving in the same direction collide directly, they interchange their velocities. ഓക്കെ, അതായത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, m1ഉം m2ഉം ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റീസ് ആയിരുന്നു u1ഉം u2ഉം. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വസ്തുക്കളുകൾ തമ്മിൽ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റീസ് നമ്മൾ v1 v2 എന്നാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, സപ്പോസ് m1 ഈസ് ഈക്വൽ ടു m2 ആണെങ്കിൽ, അതുപോലെ തന്നെ e ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ, എന്ന് വെച്ചാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡീസാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ v2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു u1 ആയിരിക്കും, അതുപോലെ തന്നെ v1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു u2 ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റീസ് എന്ന് പറയുന്നത്, അതായത് കൊളീഷൻ നടന്നു കഴിയുമ്പോൾ m1ൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും m2ൻ്റെ ഫൈനൽ വെലോസിറ്റി, അതുപോലെ തന്നെ m2ൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും m1ൻ്റെ ഫൈനൽ വെലോസിറ്റി. സോ ഇതാണ് നമ്മളിപ്പോൾ ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് ഇമ്പാക്റ്റ് എന്താണ്, ഇമ്പാക്റ്റിൻ്റെ രണ്ട് റൂളുകൾ എന്താണ്, അതുപോലെ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റീസിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തു. അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡീസ് വിത്ത് സെയിം മാസ് കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റീസ് ഇൻ്റർചേഞ്ച് ചെയ്യപ്പെടുമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൈനറ്റിക് എനർജി ലോസ് ഡ്യൂറിങ് ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ.